ജനങ്ങൾ ഏറെ ശ്രദ്ധിക്കുന്ന വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതേക്കുറിച്ച് അധികൃതരും ബോധവാന്മാരാകുന്നത്. വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പതിയെ അങ്ങ് മറക്കുകയാണ്. പറഞ്ഞു വരുന്നത് റാബീസ് മരണങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ റിപ്പോർട്ട് കണ്ടു. പത്തനംതിട്ടയിലും കൊല്ലത്തും മലപ്പുറത്തും വാക്സിൻ എടുത്തിട്ടും സ്കൂൾ കുട്ടികൾ മരിച്ചതിന് ശേഷം ഒരു അഡ്വക്കേറ്റിൻ്റെ പരാതി ഉണ്ടാവുകയും നാഷണൽ CDC, CDSCO സർവൈലൻസ് യൂണിറ്റ് അത് ഉത്തരവാദിത്തത്തോടുകൂടി അന്വേഷിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് കേരള ചൈൽഡ്സ് റൈറ്റ്സ് കമ്മീഷന് സമർപ്പിക്കുകയും ചെയ്തതായിട്ട് ഈ ഒരു കാര്യത്തിനൊരു പൂർണ്ണവിരാമം ഇടേണ്ടിയിരിക്കുന്നു. 2022 ഇക്ബാൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ റാബീസ് മരണങ്ങൾക്കുള്ള ഉത്തരമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾക്കെങ്കിലും പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. തത്വത്തിൽ സർക്കാർ അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് ചെയ്യാനാവുന്നില്ല. സാമ്പത്തികം തന്നെയാണ് എൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാകുന്നു. എങ്കിലും അത് പറഞ്ഞ് നമ്മൾ ഒഴിവാകുമ്പോൾ കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുള്ള മരണങ്ങളുടെ എണ്ണത്തിന് ഏതാണ്ട് 21 മരണങ്ങൾ ഈ 6 മാസം കൊണ്ട് റാബീസ് ഡെത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള മാർഗം എന്താണ്? വികസിത രാജ്യങ്ങളിൽ നടക്കുന്നില്ല. അവിടെ റെസ്പോൺസിബിൾ ഓണർഷിപ്പ് ഓഫ് പെറ്റ് ഉണ്ട്. ഇന്ത്യയിലെ പോലെ കേരളത്തിലെ പോലെ മറ്റെവിടെയെങ്കിലും നടക്കുകയോ? കേരളത്തിന് മാതൃകയാവേണ്ടത് ഗോവയാണ്. മറ്റ് സംസ്ഥാനങ്ങളും നമ്മളെക്കാൾ മെച്ചമായിട്ടാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. സത്യത്തിൽ ഗോവയാണോ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളാണോ അവിടെ തന്നെ അനുവർത്തിച്ചിട്ടുള്ള നയങ്ങൾ തന്നെയാണോ ഇവിടെ നമ്മൾ എടുക്കേണ്ടത്? അല്ല. ഗോവയെപ്പോലുള്ള ഒരു ടെറിട്ടറിയിൽ അവിടെ ചെയ്തിരിക്കുന്ന കാര്യം പട്ടികളെ വാക്സിനേറ്റ് ചെയ്യുന്നു. അവരിൽ 70% മേലെ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റാബീസ് വൈറസിൻ്റെ സ്പ്രെഡ് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇത്രയേറെ ഡോഗ് പോപ്പുലേഷൻ ഉള്ള കേരളത്തിൽ നമുക്ക് ഒരിക്കലും അതേ മാതൃക തന്നെ ഇവിടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനാവില്ല. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വേണ്ടത് ഏറ്റവും കൂടുതൽ മരണസാധ്യതയുള്ള അപകട സാധ്യതയുള്ള കുട്ടികൾക്കെങ്കിലും 3.5 കോടി ജനങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ഏറ്റവും മരണസാധ്യതയുള്ള 50 ലക്ഷത്തിൽ താഴെയുള്ള കുട്ടികൾക്കെങ്കിലും നമുക്ക് ഏറ്റവും പെട്ടെന്ന് പ്രതിരോധം കൊടുക്കുക. അതാണ് അതിൻ്റെ ശരിയും. ഏതെങ്കിലും ഒരു രോഗത്തെ നമ്മൾ വാക്സിൻ കൊണ്ടോ ആൻറ്റിബോഡി കൊണ്ടോ ചികിത്സിക്കുമ്പോൾ ഒരിടത്ത് പോലും 100% സുരക്ഷിതത്വം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ആൻറ്റിബോഡി കൊണ്ട് ചികിത്സിക്കുന്നത് രോഗം വന്നതിന് ശേഷം ടെറ്റനസിന്, ക്ലോസ്ട്രീഡിയം ബൊട്ടുലിനസിൻ്റെ പോയ്സണിങ്ങിൻ്റെ അകത്ത്, ഡിഫ്തീരിയക്കൊക്കെ വർഷങ്ങളായി. അത് 18-ാം നൂറ്റാണ്ടിൽ തൊട്ട് ഡിഫ്തീരിയൊക്കെ ചികിത്സ തുടങ്ങിയത് ഈ ആൻറ്റിബോഡി കൊണ്ടാണ്. അതിന് ശേഷമാണ്, അതിന് മുമ്പ് തന്നെ സ്മോൾ പോക്സ് വാക്സിൻ വന്നെങ്കിലും ആ ഒരു ചികിത്സ കഴിഞ്ഞതിന് ശേഷമാണ് പ്ലേഗ്, കോളറ, അതിനുശേഷമുള്ള ഡിഫ്തീരിയ എല്ലാം വാക്സിനുകൾ പിന്നീടാണ് വരുന്നത്. ഇതൊന്നുകൊണ്ടും രോഗാണു ഉള്ളിൽ കടന്നതിന് ശേഷമോ രോഗം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമോ 100% സുരക്ഷിതത്വം ഉറപ്പ് ഉണ്ടാകുന്നില്ല. ഇത് ഏറിയും കുറഞ്ഞും നമ്മൾ രക്ഷിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു വാക്സിൻ എന്തിനാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വാക്സിനുകൾ നമ്മുടെ പ്രതിരോധ ഘടകങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മളെ സുരക്ഷിതരായിട്ട് നിലനിർത്തുകയാണ്. അപ്പോൾ ഈ രോഗാണു നമ്മുടെ ഉള്ളിൽ കടക്കുന്നതിന് മുമ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായിട്ടുള്ള ഒരു സക്സസ് ആവുന്നത്. അപ്പോൾ ഉത്തരം പറ്റുമെങ്കിൽ ഈ പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ തന്നെയാണ്. അത് പറ്റില്ലെന്നോ അതിനാവശ്യമില്ലെന്നോ പറഞ്ഞ് ദേശീയ തലത്തിലുള്ളവർ അത് ഒഴിവാക്കുന്നു. ഇത് പ്രയോറിറ്റിയിൽ താഴെ പോകുന്നു എന്ന് അവർ പറയുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇത് സാമ്പത്തികമായി ഫീസിബിൾ അല്ലെന്ന് പറഞ്ഞ് അവർ പോകുന്നു. പക്ഷേ സംസ്ഥാനത്തിന് പറ്റില്ലെങ്കിലും ഇതൊരാവശ്യമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ലെറ്റ് ദം ഡിസൈഡ്, ജനങ്ങൾ തന്നെ അത് ചെയ്യാൻ ഏത് രീതിയിൽ സാധിക്കുമെന്ന് നോക്കട്ടെ. ഞാനും എൻ്റെ കുടുംബവും മുഴുവനും പ്രീ എക്സ്പോഷർ വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. അതുപോലെ ഒരുപാട് പേര് പ്രീ എക്സ്പോഷർ വാക്സിൻ എടുത്തു കഴിഞ്ഞു. അത് ഏത് രീതിയിലാണ് പ്രായോഗികമായി പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഒരു ഡോസ് വാങ്ങിച്ച് ഇൻട്രാമസ്കുലർ ഡോസിന് എടുക്കുന്നതിൻ്റെ വില വേണ്ടി വരില്ല. ഒരു ക്യാമ്പിൻ്റെ രൂപത്തിൽ ഏതാണ്ട് 15,000-നടുത്ത് സ്കൂളുകളാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് 40 ലക്ഷത്തിനടുത്ത് കുട്ടികൾ, ചെറുത് കുട്ടികളുണ്ടാകും. കൂടുതൽ പ്രായക്കൂടുതലുള്ള കുട്ടികളെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ 50 അതിൽ കൂടുതലോ ലക്ഷം കുട്ടികളായിരിക്കും ഉണ്ടാവാം. ഒരു കുട്ടിക്ക് പ്രീ എക്സ്പോഷർ വാക്സിൻ ഒരു ആംബ്യൂൾ കൊണ്ട് 5 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. പ്രീ എക്സ്പോഷറിന് ദേശീയ തലത്തിൽ 3 ഡോസുകളാണ്, WHO പറയുന്നത് 2 ഡോസുകളാണ്.
ഈ 2 ഡോസുകൾ കുട്ടി കൊടുക്കാൻ ഒരു കുട്ടിക്ക് ഒരു ഡോസിന് 60 രൂപയാണ് ചിലവാകുന്നത്. അതായത് 350 രൂപയോളമാണ് വാക്സിൻ്റെ വില. 5 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഈ വാക്സിൻ. 2 ഇൻട്രാഡെർമൽ സൈറ്റാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 3 ഡോസ് കൊടുക്കുകയാണെങ്കിൽ പോലും 200 രൂപ, 2 ഡോസ് കൊടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 120 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ വാക്സിൻ എക്കണോമി ആസ്പെക്റ്റുകൾ നമ്മളിവിടുത്തെ വിദഗ്ധന്മാർ കണ്ടെത്തട്ടെ. സർക്കാർ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇത്രയാണെന്നുള്ള കാര്യം ജനങ്ങൾ അറിയട്ടെ. ഒരു ക്യാമ്പയിൻ്റെ രൂപത്തിൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കുക, സർക്കാർ തന്നെ മുൻകൈ എടുക്കുക. അതിൻ്റെ ഒപ്പം ചേരാനുള്ള ഒരു സാങ്കേതിക പ്രശ്നം എന്നുള്ളത് പറഞ്ഞത് ഇൻട്രാഡെർമൽ ഡോസ് കൊടുക്കുക എന്നുള്ള കുറച്ച് ടെക്നിക്കൽ ഒരു ചലഞ്ച് ഉണ്ട്. അത് ചെയ്യാൻ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്, KGNA ഉണ്ട്. അത്തരത്തിലുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരു സംഘത്തെയും കൂടി കൂട്ടിക്കൊണ്ട് 80കളിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇതുപോലെ ക്യാമ്പിൽ കൊടുത്തതല്ലേ. അപ്പോൾ ഈ കേരളത്തിലുള്ള സ്കൂളുകൾ കുട്ടികൾക്ക് മുഴുവനും ഇതൊരാവശ്യമാണെന്നും ക്യാമ്പായിട്ട് നടത്തുകയെന്നത് നല്ലൊരു കാര്യമാണെന്നുള്ള ഒരു കാര്യം ബോധം ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കുക. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അടിപ്പെട്ട് പോകുന്നത്. കാരണം ഈ കുട്ടികൾക്കാണ് ഫെയിലിയറിൻ്റെ സാധ്യത വെച്ചാൽ ഹെഡ് ആൻഡ് നെക്കിൻ്റെ ബൈറ്റാണ്. വാട്ട് എവർ വാക്സിൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ യു ആർ ഗിവിങ് അറ്റ് ദ ഏർലിയസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ദർ ഇസ് എ ചാൻസ് ഓഫ് ഫെയിലിയർ ബിക്കോസ് ദി ബൈറ്റ് ക്യാൻ ബി ഓൺ ദ നെർവ് എൻഡിങ്സ്. ഡയറക്ട്ലി ഇറ്റ് വിൽ മൂവ് ടു ദി ബ്രെയിൻ വിത്തൗട്ട് എനി ഡിലേ. സോ ഫെയിലിയർ റേറ്റ് ഈസ് മച്ച് ഹൈ ഫോർ ദം ബിക്കോസ് ദേ ആർ ഓൾ ഷോർട്ട്. ചെറിയ കുട്ടികളാണ്, തലയിലും മുഖത്തും കടി കിട്ടാനുള്ള സാധ്യതയുള്ള കുട്ടികളാണ്. അവരാണ് അടിപ്പെട്ട് പോകുന്നത്. നമ്മളിതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ അറിയുകയും അതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഹെൽപ്ലെസ്നെസ് ആവരുത്. ഇവിടെയൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ലേ ചെയ്യേണ്ടിയിരിക്കുന്നു ഫോർ ദ കിഡ്സ്. ചൈൽഡ്സ് റൈറ്റ്സ് കമ്മീഷൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ അവകാശം തന്നെയാണ് അവരുടെ സുരക്ഷിതത്വം. അതിൽ നേരെ കണ്ടില്ലെന്നുള്ളത് നടിക്കാൻ പാടുള്ളത്. ഞാൻ പറയുന്നത് സർക്കാരിനെ അല്ല, കേരള ജനതയോടാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ 15,000 സ്കൂളുകളിലും തീരുമാനമെടുക്കണം, PTA തീരുമാനമെടുക്കണം, സ്പോൺസറെ കണ്ടെത്തണം. വാക്സിനുകൾ 350 രൂപക്കുള്ള വാക്സിനുകളാണുള്ളത്. അത് വാങ്ങിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. അറ്റ് ദ ഏർലിയസ്റ്റ് ദിസ് ഷുഡ് ബി ഡൺ സോ ദാറ്റ് ദിസ് സോർട്ട് ഓഫ് ഡെത്ത് നമ്പർ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ അസ്. കേരളത്തിൽ നമ്മൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയല്ല. ചെയ്യാൻ വളരെ സാധിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ മുഖം തിരിഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്. അറ്റ് ദ ഏർലിയസ്റ്റ് ഈ ഡിസിഷൻ ചെയ്യേണ്ടതുണ്ട്. സർക്കാർ അതിന് മുൻകൈ എടുത്ത് ഇത് നടപ്പിലാക്കാൻ തന്നെ വേണം. സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ ഇപ്പം പറ്റുമെങ്കിൽ സർക്കാർ തന്നെ മുൻകൈ എടുക്കുക. അതല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടി അനുവദിക്കുകയോ അതിനോടൊപ്പം നിൽക്കുകയോ ചെയ്യാം.